റഫേലും F-35 ഒക്കെ ഇനി പഴയ കഥ. ലോകരാജ്യങ്ങളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ശത്രുക്കളുടെ നെഞ്ചളക്കുന്ന ഒരു പുതിയ പോരാളിപ്പടയെ ഇന്ത്യ തയ്യാറാക്കുകയാണ്. ഇസ്രയേൽ ഇറാൻ യുദ്ധങ്ങളിൽ നമ്മൾ കണ്ട ആ ചെറിയ ബ്രഹ്മാസ്ത്രങ്ങൾ ഇനി ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്താകും. ശത്രുപാളയങ്ങളിൽ നുഴഞ്ഞു കയറി ആക്രമിക്കാൻ കെൽപ്പുള്ള ഒരു കൂറ്റൻ ഡ്രോൺ ആർമിയെയാണ് ഭാരതം സജ്ജമാക്കുന്നത്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സൈനിക ഡ്രോൺ കരാറിലേക്കാണ് ഇന്ത്യ കടക്കുന്നത്. 19,000 കോടി രൂപയുടെ, അതായത് ഏകദേശം $2 ബില്യൺ തദ്ദേശീയ ഡ്രോണുകളാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകാൻ പോകുന്നത്. ഡ്രോൺ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് സ്മിത്ത് ഷാ വ്യക്തമാക്കുന്നതനുസരിച്ച് ഈ സുപ്രധാന പദ്ധതി അതിവേഗം പുരോഗമിക്കുകയാണ്. വെറും 18 മുതൽ 24 മാസങ്ങൾക്കുള്ളിൽ ഈ ഡ്രോണുകൾ സേനയ്ക്ക് കൈമാറി തുടങ്ങും. നിരീക്ഷണത്തിനും കൃത്യമായിട്ടുള്ള ആക്രമണത്തിനും ഒരുപോലെ ശേഷിയുള്ള ഈ ഡ്രോണുകൾ പൂർണ്ണമായും മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചവയാണ് എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ സവിശേഷത. സമീപകാലത്ത് അതിർത്തിയിൽ പാകിസ്ഥാനുമായിട്ടുണ്ടായ സംഘർഷങ്ങളും ഉക്രൈൻ, റഷ്യ, ഇസ്രയേൽ, ഇറാൻ തുടങ്ങിയ ആഗോള യുദ്ധങ്ങളിലൊക്കെ ഡ്രോണുകൾ വഹിച്ച നിർണായകമായിട്ടുള്ള പങ്കാണ് നമ്മൾ അതിവേഗം ഇത്തരമൊരു വമ്പൻ നീക്കം നടത്താൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത്. വെറുമൊരു ഓപ്പറേഷന് വേണ്ടി മാത്രമല്ല, ഭാവിയിൽ വരാനിരിക്കുന്ന ഏത് വെല്ലുവിളിയെയും നേരിടാൻ പര്യാപ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ഡ്രോൺ ആർമിയെ വാർത്തെടുക്കുന്നത്. ജാമിംഗ് സംവിധാനങ്ങളെ പോലും, സിഗ്നൽ ജാമിംഗ് സംവിധാനങ്ങളെ പോലും നിഷ്പ്രഭമാക്കി പ്രവർത്തിക്കാൻ കഴിവുള്ള അത്യാധുനിക ഡ്രോണുകളാണ് ഇന്ത്യൻ സൈന്യത്തിനായി ഒരുങ്ങുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സ്വാശ്രയത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം കൂടിയാണിത്. സൈനിക ആവശ്യങ്ങൾ വേഗത്തിൽ നിറവേറ്റുന്നതിനായി ഈ അടുത്ത കാലത്ത് ഡ്രോൺ സംഭരണ നിയമങ്ങൾ മോദി സർക്കാർ ലളിതമാക്കിയിരുന്നു. നിലവിൽ രാജ്യത്ത് 600-ലധികം കമ്പനികൾ ഡ്രോണുകളും അവയുടെ അനുബന്ധ ഉപകരണങ്ങളും നിർമ്മിക്കുന്നുണ്ട്. ഇതിൽ 100-ലധികം കമ്പനികൾ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടുന്നതിന് പകരം സ്വന്തം രാജ്യത്തെ കമ്പനികളെ ഉപയോഗിച്ച് സൈന്യത്തിന് കരുത്തു പകരുകയാണ് കേന്ദ്ര സർക്കാർ. സ്വന്തമായി ഒരു ഡ്രോൺ ആർമി എന്ന ഇന്ത്യയുടെ ലക്ഷ്യം യാഥാർത്ഥ്യമാകുകയാണ്. അത്യാധുനിക പോർ വിമാനങ്ങൾക്കൊപ്പം തന്നെ ശത്രുവിന്റെ കണ്ണ് വെട്ടിച്ച് ആക്രമിക്കാൻ കെൽപ്പുള്ള ഈ തദ്ദേശീയ പോരാളികൾ അതിർത്തിയിലെ ശത്രുക്കൾക്ക് ഒരു പേടി സ്വപ്നമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രതിരോധ മേഖലയിൽ ഒരു ആഗോള ശക്തിയായി ഇന്ത്യ മാറുന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചന തന്നെയാണ് ഈ 19,000 കോടിയുടെ ചരിത്ര കരാർ. ന്യൂസ് ഡെസ്ക് മലയാളം.